നമസ്കാരം. പ്രഗ്നന്റ് ആയാൽ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഡെലിവറി ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. പലർക്കും പല സംശയങ്ങളാണ്. ചിലർക്ക് സംശയം എന്റെ ആദ്യത്തെ സ്കാനിന്റെ ഡേറ്റ് അല്ല ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ വന്ന ഡെലിവറി ഡേറ്റ്, അപ്പൊ അതനുസരിച്ചിട്ട് എന്റെ ഡെലിവറി ഡേറ്റ് മാറോ, എന്തുകൊണ്ട് മാറുന്നില്ല? IVF ചെയ്തതാണ്, എംബ്രിയോ ട്രാൻസ്ഫർ ഡേറ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ എന്റെ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും? എല്ലാവരും ഗർഭിണിയായാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡെലിവറി ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത്. അതിനെ നമ്മൾ പറയുന്നത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണ്. ആക്ച്വലി എന്താണ് ഈ ഡെലിവറി ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 ആഴ്ച കുഞ്ഞിന് തികയുന്ന സമയം, അതാണ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോ ഞാൻ മലപ്പുറം സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. പലർക്കും ഉണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ ഡേറ്റിന് മാത്രമേ പ്രസവിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ഡേറ്റ് ആയാൽ മാത്രമേ പ്രസവിക്കാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അതിന്റെ തെറ്റിദ്ധാരണയും ഞാൻ ഇന്ന് മാറ്റിത്തരാം. അപ്പോ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോ ആദ്യം സംസാരിക്കാൻ പോകുന്നത് റെഗുലർ ആയിട്ട് പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീയുടെ ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനാദ്യം നമുക്ക് അറിയേണ്ടത് ലാസ്റ്റ് മെൻസസ് ഡേറ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ലാസ്റ്റ് മെൻസസ് ഡേറ്റ് എപ്പോഴാണ്. അപ്പൊ റെഗുലർ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് മെൻസസ് ഡേറ്റിന് മുന്നേ ഉള്ള 3 പീരീഡ്സ് കൃത്യമായിരിക്കണം എന്ന് പറയുമ്പോൾ കൃത്യം 28 ദിവസം തന്നെ പീരീഡ്സ് ആകണം എന്ന് പറഞ്ഞാൽ വളരെ റയർ ആയിട്ട് ആൾക്കാർക്ക് അങ്ങനെ 28 ദിവസത്തിൽ ഒരിക്കൽ പീരീഡ്സ് ആവാറുള്ളൂ. പലർക്കും അതിന് മുന്നേ ഒരു 7 ദിവസമോ അതിനുശേഷം ഒരു 7 ദിവസമോ ആകാറുണ്ട്. അതായത് 21 ദിവസം മുതൽ 35 ദിവസം വരെ ഉള്ള പീരീഡ്സ് ഡേറ്റ് ആണ്, പീരീഡ്സ് സൈക്കിൾ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അതായത് ലാസ്റ്റ് മെൻസസ് ഡേറ്റിന് മുന്നേ ഉള്ള 3 സൈക്കിൾ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളതായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് മെൻസസ് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിന്റെ കൂടെ 280 ദിവസം ആഡ് ചെയ്യും, അല്ലെങ്കിൽ 40 ആഴ്ച ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ, ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ഈസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് നീഗ്ലേസ് റൂൾ എന്ന് പറയും. അതായത് ലാസ്റ്റ് മെൻസസ് ഡേറ്റിന്റെ കൂടെ 9 മാസവും 7 ദിവസവും ആഡ് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായോ? ഇതെല്ലാം ബാക്കിലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മെൻസസ് ഡേറ്റിൽ നിന്നും 3 മാസം കുറച്ചതിന് ശേഷം അതിന്റെ കൂടെ 1 വർഷം ആഡ് ചെയ്ത് അതിന്റെ കൂടെ 7 ദിവസവും ആഡ് ചെയ്യും. മനസ്സിലായി? അപ്പൊ ഒന്നുകിൽ ലാസ്റ്റ് മെൻസസ് ഡേറ്റിൽ നിന്നും 9 മാസം ആഡ് ചെയ്ത് 7 ദിവസവും കൂടെ 9 months plus 7 days അത് ആഡ് ചെയ്താൽ നമുക്ക് ഡെലിവറി ഡേറ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മെൻസസ് ഡേറ്റിൽ നിന്നും 3 മാസം കുറച്ച് അതിന്റെ കൂടെ 1 വർഷവും 7 ദിവസവും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്കാൻ മെഷീൻ വെച്ചിട്ട് അല്ലാതെ നമ്മൾ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇനി അതല്ലാതെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാൽ β-HCG, അതായത് ബ്ലഡിൽ പ്രഗ്നന്റ് ആയാൽ കൂടുന്ന ഒരു ഹോർമോൺ ആണ് β-HCG എന്ന് പറയുന്നത്. അത് വെച്ചിട്ടും നമുക്ക് ആഴ്ചകള് ഡെലിവറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ച് 40 ആഴ്ച തികയുന്നത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ അത് അത്ര കൃത്യമായി നമുക്ക് കിട്ടത്തില്ല. ഇനി IVF ചെയ്ത ഒരാളാണ്, എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് ഉണ്ട്, അതിൽ എങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാല് യൂഷ്വലി നമ്മൾ ഭ്രൂണം യൂട്രസിനുള്ളിലോട്ട് IVF-ന്റെ സമയത്ത് ഇടുന്നത് ഒന്നുകിൽ അതിന്റെ 3-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസമോ ആണ്. 3-ാമത്തെ ദിവസമാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ കൂടെ 263 ദിവസം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ഡെലിവറി കിട്ടും. ഇല്ല 5-ാമത്തെ ദിവസമാണ് ഭ്രൂണം യൂട്രസിനുള്ളിലേക്ക് ഇട്ടത് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 261 ദിവസം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡെലിവറി ഡേറ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് കൃത്യമായ കൺസെപ്ഷൻ ഡേറ്റ്, അതായത് നിങ്ങൾ ബന്ധപ്പെട്ട് പ്രഗ്നന്റ് ആയ ദിവസം കൃത്യമായി അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 266 ദിവസം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ഡേറ്റ് കിട്ടും. ഇപ്പോ എങ്ങനെയൊക്കെ പല രീതികളിൽ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി പലരും ചോദിക്കുന്ന സംശയമാണ്, ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ എന്തിനാണ് എന്റെ ലാസ്റ്റ് മെൻസസ് ഡേറ്റ് എടുക്കുന്നത്, അന്നല്ലല്ലോ എന്റെ ഭ്രൂണമായത് എന്നുള്ളത്. അതിനുള്ള സംശയം ഞാൻ മാറ്റിത്തരാം. ശരിക്കും ഈ പീരീഡ്സിന്റെ ഡേ 1-നാണ് നിങ്ങളുടെ അണ്ടം ഉണ്ടാകാനായി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അണ്ടത്തിന്റെ ഏജ് എന്ന് പറയുന്നത് പീരീഡ്സിന്റെ ഡേ 1 ആണ്. അതൊരു 14 ദിവസം കഴിയുമ്പോൾ അണ്ടം വലിപ്പം വെച്ച് അണ്ടം പൊട്ടുന്നു, അതാണ് ഓവുലേഷൻ. ആ സമയത്താണ് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഭ്രൂണം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് നിങ്ങൾ പീരീഡ്സ് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ആ സമയം, അതായത് നിങ്ങൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ പീരീഡ്സ് മിസ് ചെയ്തു എന്ന് പറയുന്ന സമയം നിങ്ങളുടെ അണ്ടത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് ഓൾറെഡി 4 weeks ആണ്, 4 ആഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് മെൻസസ് ഡേറ്റിൽ നിന്നും 280 ദിവസം അല്ലെങ്കിൽ 40 ആഴ്ച എന്നുള്ള കണക്കിൽ
നമ്മൾ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള പലരും ചിന്തിക്കുന്നത് ഡെലിവറി ഡേറ്റിന് മാത്രമേ ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. നമ്മളിപ്പോ നേരത്തെ വേദന വന്നു, അഡ്മിറ്റ് ചെയ്തു, മരുന്ന് കൊടുക്കട്ടെ പ്രസവിപ്പിക്കാനായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഡെലിവറി ഡേറ്റ് ആയില്ലല്ലോ, പിന്നെ എന്തിനാ പ്രസവിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു ദിവസം മാത്രമാണ്. അതായത് നിങ്ങളുടെ കുഞ്ഞിന് 40 ആഴ്ച ആവാൻ എടുക്കുന്ന ഒരു ദിവസം. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം കൃത്യമായി. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് മെച്ചർ ആയോ പ്രിമച്ചർ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃത്യമായ ഒരു ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 37 ആഴ്ച, ഈ 40 ആഴ്ച, അതായത് ഈ ഡേറ്റിന്റെ അന്ന് പ്രസവിക്കുന്നവർ only 4% ഉള്ളൂ. 4% പേര് മാത്രമേ ഡെലിവറി ഡേറ്റിന്റെ അന്ന് പ്രസവിക്കുന്നവരുള്ളൂ. ബാക്കി എല്ലാവരും ഒന്നുകിൽ 37 ആഴ്ചയ്ക്കും അല്ലെങ്കിൽ 41 ആഴ്ചയ്ക്കും ഇടയ്ക്ക് പ്രസവിക്കുന്നവരാണ് കൂടുതലും. ഈ ടൈമിനിടയ്ക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസവിക്കാവുന്നതാണ്. അതായത് 37 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് മെച്ചുർ ആണ്, നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും പ്രസവിക്കാം, കുഞ്ഞിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എന്നാൽ നമ്മൾ എന്തുകൊണ്ട് ഈ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു? കുഞ്ഞ് പ്രിമച്ചുർ ആണോ ഇല്ലയോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. കുഞ്ഞ് പ്രിമച്ചുർ ആണ് എന്ന് പറഞ്ഞാൽ 37 ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള കുട്ടികളെല്ലാം പ്രിമച്ചുർ ആണ്. എന്തിനു വേണ്ടി അത് നോക്കണം ചോദിച്ചാൽ, ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, അതായത് 37 ആഴ്ചയ്ക്ക് മുന്നേ ജനിക്കുന്ന കുട്ടികൾക്ക് ശ്വാസകോശം പൂർണ്ണമായും മെച്ചുർ ആയിട്ടുണ്ടാവില്ല, പൂർണ്ണമായും വികസിച്ചിട്ടുണ്ടാവില്ല. ജനിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ശ്വാസകോശത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഷുഗർ കുറയുന്നതിന്റെ പ്രശ്നങ്ങളോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കുഞ്ഞിന്റെ ലങ്സ് മെച്ചുർ ആവാൻ നേരത്തെ വേറെ സ്റ്റിറോയിഡ് പോലുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടി വരാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു സംശയം, സ്കാൻ ഡേറ്റ് ഓരോ പ്രാവശ്യവും സ്കാൻ ചെയ്യുമ്പോൾ എന്റെ ഡെലിവറി ഡേറ്റ് ഡിഫറെന്റ് ആണ്, അത് വെച്ചിട്ട് എന്റെ ഡേറ്റ് മാറോ? എന്റെ അവസാനത്തെ സ്കാനിലെ ഡേറ്റ് എന്ന് പറയുന്നത് ഇത്രാം തീയതിയാണ്, അതാണോ എന്റെ ഡേറ്റ്? അല്ല. സ്കാൻ മെഷീൻ വെച്ചിട്ട് എങ്ങനെ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ശരിക്കും പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ലാസ്റ്റ് മെൻസസ് ഡേറ്റ് അറിയാതെ വരുന്ന സ്ത്രീകൾക്ക് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏത് സമയത്ത് സ്കാൻ ചെയ്യണം? 8 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്ക് സ്കാൻ ചെയ്യണം. ആ സമയത്ത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ നീളം മെഷർ ചെയ്തിട്ടാണ് നമ്മൾ കൃത്യമായ ആഴ്ച കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ തെറ്റുകൾ പറ്റാനുള്ള സാധ്യത കുറവാണ്. ഇനി 14 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിലോ, കുഞ്ഞിന്റെ തലയുടെ മെഷർമെന്റ് സെപ്പറേറ്റ്, കുഞ്ഞിന്റെ വയറിന്റെ മെഷർമെന്റ് സെപ്പറേറ്റ്, കുഞ്ഞിന്റെ കാലിന്റെ എല്ലിന്റെ നീളം സെപ്പറേറ്റ്, ഇതെല്ലാം മെഷർ ചെയ്ത് ഒരുമിച്ച് കൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ ഒരു ഡെലിവറി ഡേറ്റ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ പൊത്തത്തിലുള്ള വളർച്ച കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ തെറ്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ മെഷീൻ ശരിക്കും ഒരു ഒരു 35 ആഴ്ചയിൽ ലാസ്റ്റ് 9ാം മാസത്തെ സ്കാൻ ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അതാണ് ആ സ്കാനിനകത്ത് നിങ്ങൾക്ക് കാണുന്ന എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് എഴുതി കാണുന്നത്. അത് എങ്ങനെ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഇപ്പം ഒരു നല്ല പൊക്കമുള്ള ഒരു അമ്മ, നല്ല സൈസ് ഉള്ള ഒരു അമ്മ, ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം സൈസ് ഉള്ള കുട്ടിയായിരിക്കും, കാലിന് അത്യാവശ്യം നീളം ഉണ്ടാകും. അപ്പൊ നമ്മൾ ബേബിയുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുഞ്ഞിന്റെ വയറിന്റെ സർക്കംഫറൻസും കുഞ്ഞിന്റെ കാലിന്റെ തൊടയലിന്റെ നീളവും വെച്ചിട്ടാണ്. ഇങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്കാനില് ചിലപ്പോൾ 35 ആഴ്ച ഉള്ളെങ്കിലും കുഞ്ഞിന്റെ വളർച്ച ചിലപ്പോൾ 30 ആഴ്ച വരെ കാണിക്കാം. അങ്ങനെ വരുമ്പോ സ്കാൻ മെഷീൻ എന്ത് ചെയ്യും? ഈ 37 ആഴ്ച വളർച്ചയുള്ള കുഞ്ഞിനെ 40 ആഴ്ച ആവാൻ ഇനി എത്ര ദിവസം കൂടെ വേണം, അത് വെച്ചിട്ടാണ് സ്കാൻ മെഷീൻ ഒരു ഡേറ്റ് ഓഫ് ഡെലിവറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അത് കറക്റ്റ് ആണോ? അല്ല. കാരണം അത് കുഞ്ഞിന്റെ ഇപ്പോഴത്തെ വളർച്ച വെച്ചിട്ടുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയാം. ഒരു പൊക്കം കുറഞ്ഞ ഒരു ചെറിയ അമ്മ, ആ അമ്മയ്ക്ക് 35 ആഴ്ചയിൽ ഉണ്ടാകുന്ന കുഞ്ഞ് ചിലപ്പം ആ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് അത്രയും വളർച്ച ഉണ്ടാകുന്നില്ല. കാരണം അമ്മ ചെറുതാണ്, കുഞ്ഞ് ചെറുതാണ്, കുഞ്ഞിന്റെ കാലിന്റെ എല്ല് നീളം കുറവായിരിക്കും, കുഞ്ഞിന്റെ വയറിന്റെ വളർച്ചയും കുറവായിരിക്കും. അപ്പൊ 35 ആഴ്ചയിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 33 ആഴ്ച പ്ലസ് ഉള്ള ഡേറ്റേ കിട്ടുള്ളൂ, ആ വളർച്ചയെ കിട്ടുള്ളൂ. അപ്പൊ സ്കാൻ മെഷീൻ എന്ത് ചെയ്യും? ഡേറ്റ് വീണ്ടും നീട്ടി വെക്കും. കാരണം 40 ആഴ്ച 33 ആഴ്ച അല്ലെങ്കിൽ 33 ആഴ്ച പ്ലസ് ഉള്ള ഒരു കുട്ടി 40 ആഴ്ചയിൽ എത്താൻ എത്ര സമയം എടുക്കുന്നു അല്ലെങ്കിൽ എത്ര ഡേറ്റ് വരെ എടുക്കും എന്ന് വെച്ചിട്ടാണ് സ്കാൻ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ കൃത്യമായി നമ്മൾ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 8 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്ക് എടുക്കുന്ന ഒരു സ്കാൻ വെച്ചിട്ടാണ്. ഇനി അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു, അത് നീളമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണെങ്കിലാണ് നമ്മൾ സ്കാൻ ഡേറ്റ് എടുക്കുക, എങ്ങനെയാണെങ്കിലാണ് ലാസ്റ്റ് മെൻസസ് ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെലിവറി ഡേറ്റ് എടുക്കുക? ലാസ്റ്റ് മെൻസസ് ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെലിവറി ഡേറ്റും സ്കാൻ മെഷീൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെലിവറി ഡേറ്റും തമ്മിൽ 7 ദിവസത്തിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് 8 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും എടുക്കുന്ന ഒരു സ്കാനിൽ ലാസ്റ്റ് മെൻസസ് ഡേറ്റ് വെച്ച് കുഞ്ഞിന് ഇപ്പൊ ഒരു 7 ആഴ്ചയാണ് അല്ലെ 9 ആഴ്ചയാണ് കുഞ്ഞിന് വേണ്ടത് എന്ന് വെച്ചോളൂ. വളർച്ച എടുത്ത് നോക്കിയപ്പോൾ 10 ആഴ്ചയും 5 ദിവസവും ഉണ്ട്.
അങ്ങനെയാണ് എങ്കിൽ, അതിൽ ഒരാഴ്ചയിൽ കൂടുതൽ ഡിഫറൻസ് വന്നു എങ്കിൽ, വളർച്ചയിൽ ഡിഫറൻസ് വന്നു എങ്കിൽ നമ്മൾ എടുക്കുന്നത് സ്കാൻ മെഷീൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും. എന്നാൽ 9 ആഴ്ച വളർച്ച വേണ്ട ഒരു കുട്ടിക്ക് 8 ആഴ്ചയും 4 ദിവസവും വളർച്ചയുണ്ട്, അല്ലെങ്കിൽ 9 ആഴ്ച വളർച്ചയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് മെൻസസ് ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത ഡേറ്റ് ആണ് ഡെലിവറി ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡെലിവറി ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ഓരോ അമ്മയ്ക്കും മനസ്സിലായിരിക്കണം, എങ്ങനെയാണെന്ന് അറിഞ്ഞുമിരിക്കണം. ഇനിയെങ്കിലും സംശയപ്പെടരുത്. നന്ദി.